ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പം കുഴപ്പമില്ല കേട്ടോ, എന്നെ കണ്ടാൽ അറിയാമല്ലേ. ഒരു മിനിറ്റ്, എനിക്കൊരു മങ്ങൽ പോലെ, അതിനി എൻ്റെ കണ്ണിൻ്റെ ആണോ, പക്ഷേ എൻ്റെ ഇവിടെയൊക്കെ കണ്ടില്ല, ഇച്ചിരി സ്വെല്ലിങ് പോലെ. ഇനി അത് ഉറങ്ങിയതൊന്നുമല്ല, ഇനിയും കൂടി ഏടെ വല്ലതും ആണോന്ന് അറിയത്തില്ല. മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. മെഡിസിനേക്കാൾ എനിക്ക് ആശ്വാസം കിട്ടിയത് നിങ്ങളുടെ ഓരോ കമൻസ്. എൻ്റെ ദൈവമേ, ഞാൻ ചിന്തിക്കും, ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എനിക്ക് സപ്പോർട്ട് തരും. നമ്മൾ ഈ ഇങ്ങനെയൊക്കെയുള്ളൊരു നമ്മുടെ ഒരു ബലഹീനതയിൽ ആരെങ്കിലും ഒരാളൊരു നല്ല വാക്ക് കേട്ടാൽ നമുക്ക് പകുതി ആശ്വാസമാണ്. ആ സിറ്റുവേഷൻ എനിക്കിപ്പം ചിലരുടെ കമൻസ്, ഓരോരുത്തരുടെ മോളെ വിളിയും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കങ്ങ് കണ്ണങ്ങ് നിറയും. ഒരു മിനിറ്റേ, കാരണം ആരെങ്കിലും സന്തോഷം പറഞ്ഞാലും കണ്ടങ്ങ് നിറയും, സങ്കടം പറഞ്ഞാലും അത് പണ്ടുള്ളവർ പറഞ്ഞ പോലെ കരയ്ക്കൂടെ ഒക്കത്തില്ല വെള്ളത്തിൽ കൂടെ ഒക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ആ സിറ്റുവേഷനാണ് എൻ്റെ. അപ്പോൾ ഓരോ കമൻസൊക്കെ വായിക്കുമ്പോഴേ എൻ്റെ കണ്ണങ്ങ് നിറയും. അത്രയ്ക്ക് ഓരോരുത്തരങ്ങ് നമ്മുടെ ഹാർട്ട് ടച്ച് ചെയ്യുന്ന ഓരോ കമൻസുകളാണ്. ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഒരു യൂട്യൂബ് തുടങ്ങിയോണ്ട് ഇങ്ങനൊരു ഗുണം എനിക്കുണ്ടായി. മാസം ഡോളർ കിട്ടിയില്ലേലുവേ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്കൊരു താങ്ങ്, നമുക്കൊരു ഹെൽപ്പായിട്ട് നിൽക്കാൻ എവിടെല്ലാം ഉള്ള സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ കുറച്ച് പേരെ കാണത്തുള്ളെങ്കിലും ഇപ്പോൾ അവരെക്കാൾ ഇതായിട്ട് എൻ്റെ സഹോദരങ്ങൾ തന്നെ പറയാം. ഇന്ന് രാവിലെ അല്ല, ഒരു ഇച്ചിരി കഴിഞ്ഞേ ഗീതേച്ചി ഫോൺ ചെയ്ത്, വിജി വല്ലതും കഴിച്ചോ? അപ്പം ഗീതേച്ചിക്ക് ഒരു മോനുണ്ട്, പാവം ഗീതേച്ചി കഴിഞ്ഞിടെ ഒന്ന് വീണിട്ടിരിക്കുക, ഗീതേച്ചിക്കും വയ്യ. അപ്പം ഗീതേച്ചി ഇന്നലെ എഴുതിയ കമൻറ്റ് തന്നെ ഒരു എസ്സേയുടെ അത്രയും ഉണ്ട്. അപ്പം ആ വയ്യാഴിയിലും ചേച്ചി നമുക്ക് ആശ്വാസം തരുമായിരുന്നു. അപ്പം മോനെയും കമൻറ്റ് വായിച്ച് കേൾപ്പിച്ചെന്ന്. അപ്പം മോൻ പറഞ്ഞെന്ന് അഞ്ച് എടുത്ത് പറ. അന്നേരം ഗീതേച്ചി എൻ്റെ സ്വഭാവം തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആകും. അപ്പം അവൻ പറയുന്നത്, നിങ്ങളെ രണ്ടുപേരും ഒരു വണ്ടിക്കകത്ത് കെട്ടാം, കൊള്ളാം. അഞ്ചെടുത്ത് പറ, കുറച്ച് നാൾ ഇനി അച്ചാറൊന്നും ഇടണ്ട, പിന്നെ വിഷമിക്കണ്ട, റെസ്റ്റ് എടുക്കണമെന്നൊക്കെ. ഇപ്പം ഞാൻ കഴിവ് റീച്ചാൻ പറയും, കുറച്ചൊക്കെ റെസ്റ്റ് എടുക്ക്. എന്നോട് പറയും, പോൾമോൻ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ, അവനെന്തെങ്കിലും ചെയ്യട്ടെ. പിന്നെ നമ്മുടെ മനസ്സനുവദിക്കുക, അതെൻ്റെ തെറ്റാ. പലരും പറയും അത് വിജിയുടെ തെറ്റാന്നേ പറയത്തുള്ളൂ. ശരിയാ, നമ്മൾ കഴിവതും അവർ ചെയ്യണം. നമുക്കങ്ങ് പെട്ടെന്ന്, അവരിപ്പം 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ അവർ ചെയ്താൽ അവർ കൂടുതലൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഒരു ടൊമാറ്റോ ചട്നി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ, അല്ലാതൊന്നും അവനറിയത്തില്ല. പക്ഷെ അറിയാമെന്നുള്ളൊരു ഗമയുണ്ട് അവന്. അപ്പോൾ അവൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ എനിക്ക് ആ ഗ്യാസ് തുടയ്ക്കാൻ അതിനും ഇതിനും എല്ലാം പോകണം. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് വയ്യെങ്കിലും അങ്ങ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച്, ഒത്തിരി ഒന്നും ഇസ്തിരി ഇടാതെ കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന്. റെസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉറങ്ങുമൊന്നുമല്ല, ഉറക്കം കുറവാണ്. അപ്പോൾ പലരും ഒത്തിരി പറയും. അപ്പോൾ ചിലർ പറഞ്ഞ് യൂറിൻ ഇൻഫെക്ഷന് ബാർലരി വെള്ളം. ആക്ച്വലി ഞാൻ ഈ റിസൾട്ട് കണ്ടിട്ടല്ല, ഈ കഴിഞ്ഞിടെ അങ്ങനെ തോന്നി ബാർലരി വെള്ളം കുടിക്കുമായിരുന്നു. പിന്നെ മോരും വെള്ളം, ഈ വയറിൻ്റെ അസ്വസ്ഥതയ്ക്ക് തണുപ്പ്, ഈ ചൂടായതുകൊണ്ട് ഇത്തിരി തണുപ്പാവട്ടെ എന്ന് പറഞ്ഞു മോരും വെള്ളം നിങ്ങൾ കണ്ടിട്ടല്ലേ, മോരും വെള്ളം കൊടുക്കും. പിന്നെ ഒരു കമൻറ്റ് വന്നു, വിജിയുടെ ഹെൽത്ത് നോക്കണം, വിജി കറക്റ്റ്. അത് ശരിയാണ്, നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് എടുത്തില്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാവും. വിജു 3 മണിക്കും ഒക്കെ അല്ലേ ലഞ്ച് കഴിക്കുന്നതിന്. ആ ഒരു സ്വഭാവം എൻ്റെ ഉണ്ട്. നമുക്ക് വിശക്കാതെ നമ്മൾ എങ്ങനെ കഴിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞ് റൈസ് കുറയ്ക്കുക. റൈസ് അങ്ങനെ ഒരു നേരം റൈസ് കഴിച്ച് കഴിക്കും, അതും കഴിക്കണ്ട എന്നാണ് പലരും പറയുന്നത്. പക്ഷേ അമ്മേനെ നിർത്തണം. പിന്നെ കുക്കുംബർ ഒത്തിരി നല്ലതാണെന്ന് പലരും പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞു ബീട്രൂട്ട് ഡെയിലി കഴിക്കുന്നത് സ്റ്റോൺ പോകാൻ നല്ലതാണ്. അപ്പം ഞാൻ കമൻറ്റിൽ ചോദിച്ചു, ബീട്രൂട്ട് ജ്യൂസാണോ അതോ ഇനി ബീട്രൂട്ട് തോരൻ വെച്ച് കഴിക്കുവാന്നോ, പച്ചക്ക് തിന്നുവാന്നോ ഞാൻ എഴുതിയില്ല, തോരനാണോ ജ്യൂസാണോ. പക്ഷെ അതിന് റിപ്ലൈ വന്നില്ല. അത് ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് പറയണേ, ബീട്രൂട്ട് ജ്യൂസ് ആണോ എങ്ങനെ കഴിക്കാനാണെന്നുള്ളത്. ബീട്രൂട്ടാണാകുമ്പോൾ നമുക്ക് ബ്ലഡും വെക്കുമല്ലേ. പിന്നെന്താ, എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഇത്രേ ആൾക്കാർ പിന്നെ നമ്മൾ വേറെ വീഡിയോ ഇടുമ്പോൾ എന്താ ഈ കമൻറ്റ് ഇടാത്തതെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ വീഡിയോയിൽ എന്ത് കമൻറ്റും എനിക്ക്
കമൻസ് അങ്ങനെ ഡെയിലി ഇടാത്തവർ തന്നെ പുതിയ പുതിയ ആൾക്കാരുകളൊക്കെയാണ് ഇടുന്നത്. ഇത്രയും നോളജ് ഉള്ളവരൊക്കെ നമുക്കും പറഞ്ഞു തന്നു, അത് മറ്റുള്ളവർക്കും പ്രയോജനമായി അതിനൊക്കെ. അപ്പോൾ എന്നോട് ഗീതേജി ബിജി വീഡിയോ ഇട്ടില്ലെങ്കിലും ഞാൻ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരുന്ന് ബിജി പറയുന്നത് കേട്ടോളാം. ഉഷാകുമാരിയും പറഞ്ഞു ബിജി വീഡിയോ മീൻസ് കുക്കിംഗ് വീഡിയോ ഇട്ടില്ലെങ്കിലും ബിജി എന്തെങ്കിലും വന്ന് ബിജിയുടെ കാര്യങ്ങൾ സുഖവിവരങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിച്ചാൽ ഞങ്ങൾ കേട്ടോളാം, അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ ഞാൻ വന്ന് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം പലരും അങ്ങനെ ഉണ്ട്. കോൾഡ് എൻ്റെ പൊന്നോ, ഇവിടെ ഇപ്പം ചൂട് സഹിക്കാൻ വയ്യ. ഇപ്പം നാട്ടിൽ എല്ലാവരും പറയാമായിരുന്നു ചൂടാന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും മൈൻഡ് ചെയ്യത്തില്ല. AC ഇട്ടിട്ടും നമുക്കങ്ങോട്ട് സ്റ്റാർട്ടിങ് കുറേ കഴിഞ്ഞേ കൂളാവുന്നുള്ളൂ. ഇന്ന് കൊച്ചിനെയും കൂടി ഞാൻ എന്നാ കൂളിങ് ഇത് കിട്ടാത്തതുകൊണ്ട് നെറ്റ് ക്ലീൻ ചെയ്ത്, അതിൻ്റെ അകത്തൊന്നും പൊടിയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അത്രയ്ക്ക് ചൂട്, എനിക്ക് സഹിക്കാൻ വയ്യ, വെപ്രാളം. ഉച്ചക്കെല്ലാം ഒന്ന് കഴിഞ്ഞ് വന്ന ഒട്ടനെ പോയി കുളിക്കുക, ഡ്രസ്സ് മാറുക, ഫുൾ ഡ്രസ്സ് മാറണം, അത്രയ്ക്ക് വെള്ളവും. റീച്ചാൻ രാവിലെ ബാറ്റ്മാൻ. ഇന്ന് ഞാൻ കിച്ചടി നോക്കിയുണ്ടേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വന്നിവിടെ ഇങ്ങനെ കിടന്നു. കാരണം മെഡിസിൻ്റെ ആണെന്ന് അറിയത്തില്ല, ഭയങ്കര തളർച്ച. അപ്പോൾ കിടന്നിട്ട് ഇച്ചിരി കഴിഞ്ഞ് അപ്പോഴത്തേനും റേച്ചാൻ വന്നു. ഞാൻ ചായയും എല്ലാം ഉണ്ടാക്കി വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണ്. അപ്പോൾ റേച്ചാൻ വന്ന് ഞാൻ നോക്കിയിട്ട് വാഷിംഗ് മെഷീൻ്റെ മണ്ടയിൽ ഒരു നനഞ്ഞ മൊത്തത്തിൽ വെള്ളമായ ഒരു അകത്തിരുന്ന ഈ ബനിയൻ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തോ റേച്ചാൽ, ഞാൻ ചിന്തിച്ചിരി വെള്ളം അങ്ങാണ് വീണത്. ബാറ്റ്മാനെ കളിച്ചിട്ട് വന്നി അത്രയ്ക്ക് സ്വെറ്റായി തുണി, അത്രയ്ക്ക് ചൂടായി. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂട്. ഇനിയിപ്പം മെയ്യൂടാകുമ്പോഴത്തേനും എനിക്ക് ഓർക്കാൻ വയ്യ. എൻ്റെ ദൈവമേ, എനിക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ലേ കർത്താവേ. അപ്പോൾ ഗീതേച്ചി പറഞ്ഞാൽ പിള്ളേർക്ക് അവധിയായല്ലോ വിജി, ഇനി അതുകൊണ്ട് ജോലി അത്. ഞാൻ പറയുന്നത് ഗീതേച്ചി നേരെ തിരിച്ച് അവരിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കൂടുതലാണ്, അവരുടെ കംപ്ലൈൻറ്റിൻ്റെ പുറകെ നടക്കണം. പിന്നെ പലരും പറഞ്ഞു ബിജി സിറ്റുവേഷൻ അറിയാം, ബിജി ഒന്ന് നാട്ടിൽ പോവും. പക്ഷേ ഇനിയും ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞിരുന്നു അന്നേരം കൊച്ചൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം. പക്ഷേ അവനിപ്പോൾ ട്യൂഷനൊക്കെ തുടങ്ങി, നമ്മൾ ഫീസൊക്കെ കൊടുത്ത് പിന്നെ അവൻ്റെ 12th ട്യൂഷൻ തുടങ്ങി. പിന്നെ ഇനിയിപ്പോൾ ടിക്കറ്റും കിട്ടത്തില്ല, അതൊക്കെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ പോകുന്നേ. അങ്ങനെ കുറച്ച് കുഞ്ഞൊരു ഷോർട്ട് വീഡിയോകൾ. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മുഖത്തൊരു എടുപ്പൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ. അപ്പം പിന്നെ ഒരു കമൻറ്റ് വന്ന് ഇതുപോലെ പ്രോബ്ലം ആയിരുന്നു ആൾക്കും. അപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞു കൊടുത്തൊരു റെമഡിയാണ് നമ്മുടെ 7up കുടിച്ചിട്ട് പിന്നെ ഇഞ്ചി ചവച്ചരച്ച് കഴിച്ച് അപ്പോൾ വയറ്റിലെ ഗ്യാസ് എല്ലാം പോയി നല്ല വീർത്തിരുന്ന വയറൊക്കെ അങ്ങിതായെന്ന്. പക്ഷെ 7up ഒക്കെ നല്ലതാണോയെന്ന് എനിക്കൊരു, പക്ഷേ 7up ഗ്യാസ് പോകും എനിക്കറിയാം. പണ്ടൊക്കെ ഞാൻ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴേ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ചിലയിടത്തൊക്കെ നമ്മൾ ഈ വണ്ടി പിടിച്ച് പോകുമ്പം ഒരു ദിവസം ഒരു ഡ്രൈവർ പറഞ്ഞ് ഇതുപോലെ പെപ്സിയോ 7up അങ്ങാണ് വാങ്ങിക്ക്, അപ്പോൾ അത് കുടിക്കുന്ന ഉടനെ ഇത്തിരി ആശ്വാസം കിട്ടുമെന്ന്. ഓരോരുത്തരുടെയും ഓരോ വിചാരങ്ങൾ അങ്ങനെ ചെയ്താൽ ശരിയാവുമെന്നൊക്കെയുള്ള ഇത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഞാൻ അതായത് മെസ്സേജ് കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഒരു ആൻറ്റി പറയുമായിരുന്നു ആൻറ്റിക്ക് ഇതുപോലെ സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു, ശരിക്കും വെള്ളം കുടിക്കുമ്പോൾ പിന്നെ ഗ്യാസിന് വയർ കാലിയാക്കിയിട്ടിരുന്നത്. അപ്പോൾ എനിക്ക് വരുന്ന നെഗറ്റീവ് അത് തന്നെ. നമ്മൾ ജോലികൾ ഇങ്ങനെ ചെയ്തിരുന്ന് ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കത്തില്ല, അതാ വരുന്ന കുഴപ്പം. നമ്മൾ കറക്റ്റ് 1 മണിയാകുമ്പോൾ അവർക്കൊക്കെ കൊടുക്കും, പക്ഷേ ഞാൻ കഴിക്കത്തില്ല. അതെൻ്റെ തെറ്റ് തന്നെ, കൂടുതലും രോഗം ഞാൻ തന്നെ വരുത്തിയതാണ്. പക്ഷെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾ എൻ്റെ സിറ്റുവേഷൻ ഞാനിപ്പോൾ ഒരാടുത്ത് പറഞ്ഞ ഉടനെ അല്ലേ പലർക്കും ഇതുപോലുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു കമൻറ്റ് വന്നേരം എൻ്റെ ചേച്ചി എന്ന് പറയുമായിരുന്നെടി, നീ ചിന്തിക്കുന്നത് പോലല്ലേ ആ കമൻറ്റിലും പറഞ്ഞേക്കുന്നത്. വിജി പെണ്ണായിട്ട് വിജി അല്ല ഉള്ളത്, നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ എത്രമാത്രം ആണുങ്ങൾ മനസ്സിലാക്കും. വിജി പോയി കുറച്ച് നേരം താഴെ ബെഞ്ചിലൊക്കെ ഇരിക്കണം, അവരുമായിട്ടൊക്കെ
പോയി എന്നും പോയില്ലേലും പോയിരിക്കും. ചിലപ്പോൾ 1-2 മലയാളികളുണ്ട്, പിന്നെ മഹാരാഷ്ട്രീയൻ, അവരോടൊക്കെ കാര്യം പറഞ്ഞ് കുറച്ച് നേരം പോയി ഇരിക്കും. അതൊക്കെ ശരിയാ. നമ്മൾ കുറേ നേരം ആരുമെങ്കിലും എന്നിട്ട് അത് ഭയങ്കര സത്യമാണ് പറഞ്ഞത്. നമ്മൾ ഒരു പാട്ട് എത്ര നമ്മൾ നിരാശയിലിരിക്കുവാന്നേലും ഒരു പാട്ട് കേൾക്കേ, എന്നിട്ട് അതിങ്ങനെ റിപ്പീറ്റ് പാടും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനും മൈൻഡിനും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് പാട്ടിൻ്റെ കാര്യം പറഞ്ഞത്. എന്നിട്ട് ബൈബിളിലെ വചനം മനസ്സിലിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒത്തിരി എന്ന് വെച്ചാൽ നമുക്കങ്ങ് ഇങ്ങനെ ഇല്ല എന്താ പറയുന്നത്, വാടിയ ചേനത്തണ്ട് അത് ചിലർക്ക് പഴയ ആൾക്കാർക്കറിയാം, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒന്നും അറിയത്തില്ല. വാടിയ ചേമ്പും തണ്ട് വെള്ളം നുകർന്ന് വരുന്നത് പോലെ ആ ഒരവസ്ഥയാണ് വാടിയിരുന്ന് എന്നെ. നിങ്ങളുടെ ഈ കമൻസ് ഒക്കെ കേട്ടാൽ ഞാനിപ്പം ഒന്ന് ഉണർന്നിരുന്നത്. പക്ഷേ 2 ദിവസം ഞാൻ സാറ്റർഡേ മെഡിസിൻ സ്റ്റാർട്ടാക്കിയത്. അന്നും ഭയങ്കര വേദനയൊക്കെയായിരുന്നു. ഇവിടെ രാത്രി കിടക്കാൻ വയ്യായിരുന്നു. ഇവിടെ ഇങ്ങനെ പിന്നെ റേച്ചാനെണീറ്റിങ്ങനെ പ്രാർത്ഥിച്ച് തലയിലൊക്കെ കൈ വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഞാൻ ഇരുന്ന് നേരം വെളുപ്പിക്കുമായിരുന്നു. പിറ്റേ ദിവസവും അതുപോലെയായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്കൊരു കുഴപ്പവും രാത്രിയിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായി. അല്ലെങ്കിൽ രാത്രിയിൽ എനിക്ക് വയറിന് നല്ല ബ്ലോട്ടിങ് പോലെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഒത്തിരി ആശ്വാസമായിരുന്നു ഇന്നലെ. ഇനിയിപ്പം ഒരു മെഡിസിൻ നാളെ തീരും, ബാക്കിയെല്ലാം ഉണ്ട് കുറച്ച് നാളത്തേക്കിന്. അപ്പോൾ ഈ ബ്ലഡ് ഒന്ന് കൂടി, ഈ ബ്ലഡ് ഇങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തലകറക്കം വരും. പെട്ടെന്ന് ഇങ്ങനെ എണീക്കുന്ന തലകറക്കം വരും. ചില സമയത്ത് കണ്ണിന് നല്ല മങ്ങളിച്ചയും കാണും, ഇങ്ങനെ ഒരു നിഴലിച്ച പോലെ, എന്താ പറയുന്നത്, നിഴലിച്ചയെന്നോ മങ്ങൽ പോലെ തോന്നും. പക്ഷെ കണ്ണാടി ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക്. പക്ഷെ കണ്ണാടി വെച്ചിട്ട് എനിക്കത് പ്രയോജനമില്ല. റീഡിങ് ഒക്കെ പറ്റും, അല്ലാതെ ദൂരെയുള്ള കണ്ണാടി എനിക്ക് വെച്ചേക്കുന്നത് ദൂർക്കാഴ്ചയ്ക്കും അടുത്തുള്ളതിനൂടാണ്. പക്ഷേ ദൂർക്കാഴ്ചയിലുള്ളവർ കണ്ണാടി വെച്ചാലും കാണാൻ എനിക്ക് ക്ലിയർ ആവത്തില്ല. അതിന് ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടല്ലേ ആ ഗ്ലാസ്സിന്, അങ്ങനെ നോക്കിയാലേ പറ്റത്തുള്ളൂ തോന്നുന്നു. പക്ഷേ എനിക്കതും ശരിയാവുന്നില്ല. അപ്പം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എൻ്റെ ചക്കരകളെ എനിക്ക് എന്തോ പറയണമെന്നറിയത്തില്ല. ചക്കരകൾ, മുത്തുകൾ. കണ്ടോ ലിപ്സ് കണ്ടോ കറുത്തിരിക്കുന്നത്? അത് HBയുടെ ഹീമോഗ്ലോബിൻ്റെ കുറവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞ ശരീരത്തിലെ ബ്ലഡ് കൗണ്ട് എന്നാണ് പറഞ്ഞത്. ബ്ലഡ് കൗണ്ട് അല്ല, ശരീരത്തിലെ ബ്ലഡിൻ്റെ അളവ്, അതാ HB, ഹീമോഗ്ലോബിൻ. ഓക്കെ. ഇപ്പോൾ രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇവർക്ക് വലിയ സോക്കേടാ പോളിനൊക്കെ. ദോശ വേണ്ട, പിന്നെ ഇഡലി വേണ്ട. പ്രൈസനാണെങ്കിൽ നിനക്ക് ഏത് ചട്നിയാടാ വേണ്ടിയത്? റെഡോ വൈറ്റോ? നീ പറയാമല്ലോ എനിക്ക് ഇന്ന ചട്നി മതിയെന്ന്. ഏത് ചട്നിയായിരുന്നു? അവന് റെഡ് ചട്നി വേണം. അങ്ങനെ ഓരോ സിദ്ധാന്തങ്ങളാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ഒരു 10:30 തന്നേക്കുന്നത്. അപ്പം ഡോക്ടറെ അടുത്ത് പോകണമായിരുന്നു. അങ്ങനെ നമ്മുടെ സൊസൈറ്റി തന്നെയുള്ള ഡോക്ടറെയാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് ടൈം തന്നതുകൊണ്ട് ലൈനില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ടോക്കൺ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ഇരിക്കണം. അപ്പോൾ 2 പേരെ ഉള്ളായിരുന്നു. അവരുടെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ അത് കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ അവിടുന്ന് മെഡിസിൻ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം വെളിയിൽ നിന്നായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ പയർ അരിഞ്ഞ് വെച്ചിട്ടാണ് പോയത്. വന്നിട്ട് തോരൻ വെക്കാമെന്നും പറഞ്ഞു. അപ്പം തേങ്ങയും തിരുമ്മി വെച്ചതുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് എല്ലാം കൂടെ ഞെവിടി അടപ്പത്ത് വെച്ചാൽ മതിയായിരുന്നു. പിന്നെ വന്നിട്ട് മെഡിസിനൊക്കെ നമ്മൾ വാട്സപ്പ് ചെയ്യുമായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ. അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പം നാട്ടിലാണെങ്കിൽ അങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില പോസിറ്റീവ് പ്ലസ് പോയിൻ്റ് ഉണ്ട് നമുക്ക്. കടയിൽ നിന്ന് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുതരും. ഇതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ വീട്ടിൽ കൊണ്ടുതരും.
മെഡിക്കൽ സ്റ്റോറിൽ നീ മെഡിസിൻ ഒന്നും കൊണ്ട് തരുന്നതിന് നമുക്ക് എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. റേച്ചാൻ പറഞ്ഞാൽ നീ ഒന്നും ചെയ്യണ്ട, ഇന്ന് റെസ്റ്റ് എടുക്കങ്ങ്, വയ്യല്ലോ എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ പോളിനെയും കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ എത്രമാത്രം വാങ്ങിക്കും? നമ്മളിത് ഇത്ര ഇച്ചിരി ഒന്ന് മെനക്കെട്ടായപ്പോഴത്തേക്ക് നമുക്ക് തോരനായില്ലേ ഒരു ദിവസത്തേക്കിന്. ഞാൻ പറഞ്ഞു വെളിയിൽ നിന്ന് കൂടുതൽ നമ്മൾ വാങ്ങിക്കാത്തതാണ് നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകണ്ട, കൊച്ചു കൊച്ചു പാത്രങ്ങൾ കുറച്ച് അവൻ കഴുകിയായിരുന്നു പോൾമോൻ. പിന്നെ അത് കഴിഞ്ഞുള്ള പാത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നത്. ഇന്നാലും ഞാനിങ്ങനെ പോൾമോൻ ജോലി ചെയ്യുന്ന പറയണേ അഖിലെന്നോട് പറഞ്ഞു, ചേച്ചി എല്ലാം ചെയ്ത് പഠിക്കട്ടെ, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ചേച്ചി ഒന്ന് കിടപ്പിലായെങ്കിൽ അവൻ ചെയ്യുമല്ലോ ജോലി. അവൻ എന്തുവാന്നോ വലിയ സ്വാദായിട്ട് തിന്നുന്നത്. പോൾമോൻ താഴെ നടക്കാൻ അവന്മാർ കളിക്കാൻ കൂട്ടുകാരന്മാരെല്ലാം കൂടെ പറഞ്ഞാൽ അപ്പുറത്തെ സൊസൈറ്റിയിൽ മാങ്ങ നിൽപ്പുണ്ട്, അത് പറിച്ചുകൊണ്ട് വന്നേ. ഇവൻ ഇത് ചാറ്റ് മസാല കൂട്ടി തിന്നുക. ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഇവൻ നാട്ടി വെച്ച് മുളക് പൊടി അതായിരുന്നു അവന് വേണ്ടിയ. അപ്പം ഞാൻ ഇണീറ്റ് പോയി ചെയ്ത് കൊടുക്കാഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇനി ചാറ്റ് മസാല എടുത്ത് തിന്നുന്നു. എന്ത് ഇതായിട്ടാണ് തിന്നുന്നത്, എൻ്റെ പല്ലങ്ങ് പൊളിക്കുമായിരുന്നു അത് കണ്ടിട്ട്. അവൻ എന്ത് അമൃതോടാണ് തിന്നുന്നതെന്നറിയാമോ. അപ്പം റേച്ചാൻ വൈകിട്ട് ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്ന്, ഇത്രയും മരുന്ന് കഴിക്കുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചോണമെന്നും പറഞ്ഞു. എൻ്റെ ദൈവമേ കൊണ്ടുവന്നത് അതിൽ 2 ടൈപ്പ്, ഒരാടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് 2 ടൈപ്പ് പോലെ ഉണ്ടായിരുന്നു. ഇത്തിരി നല്ല ബ്രൗൺ കളർ പോലുള്ളത്, വലുതല്ല ചെറുത്. കൊണ്ടുവന്ന ഒരു 4-5 അകത്ത് റെഡ് പോലായിരുന്നു, വേറും പന്നൽ. ഞാൻ പറഞ്ഞു അവരെ കാണിയിൽ നമ്മൾ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലേ. എന്നിട്ട് പേരയ്ക്ക കൊണ്ടുവന്ന അതും അത്ര നല്ലതല്ലായിരുന്നു, 1-2 നല്ലതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉടനെ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷെയറും ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.